നിങ്ങൾ ആഗ്രഹിക്കും പോലെ ഡോക്ടറോ എഞ്ചിനീയറോ ആവാൻ മക്കളെ ഓക്സ്ഫോർഡിലേക്ക് പറഞ്ഞയച്ചോളി. കുട്ടികളുടെ വിജയത്തിൽ രക്ഷിതാക്കളുടെ ഒരേയൊരു വിശ്വാസം ഓക്സ്ഫോർഡ്. ഈ ട്യൂഷൻ സെന്ററുകൾ തേടിയുള്ള അലച്ചിൽ നിർത്താം. ബുക്ക് യുവർ സീറ്റ്സ്. ഓക്സ്ഫോർഡ് ഈറ്റ്സ് യുവേഴ്സ്. ഓക്സ്ഫോർഡ് അക്കാഡമി, മണ്ണൂർ വളവ്. ഹലോ മക്കളെ, എല്ലാവർക്കും നിങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനോഫ് ഹബീബി. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഹിന്ദിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. എടാ മക്കളെ, നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ഗിഡ്കി എന്നാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. ഗിഡ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനൽ എന്നാണ് അർത്ഥം. മക്കളെ എഴുതി വെക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു അർത്ഥങ്ങളൊക്കെ എഴുതി വെക്കുക. അർത്ഥങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു പകുതിയിലേറെ മാർക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കിട്ടും. അതുകൊണ്ട് അർത്ഥങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക. ഇപ്പോഴേ പഠിച്ചു പോയി കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 1-2 ചാപ്റ്ററുകൾ പഠിച്ചാൽ തന്നെ പിന്നെ മക്കൾക്ക് ബാക്കിയുള്ള ചാപ്റ്ററിലൊക്കെ റിപ്പീറ്റേഷനാണ് വരിക. ഇതേ വാക്കുകളൊക്കെ തന്നെ മറ്റുള്ള ചാപ്റ്ററുകളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് മക്കൾക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ആദ്യത്തെ ഒരു 1-2 ചാപ്റ്ററെങ്കിലും മക്കൾ നന്നായിട്ട് അർത്ഥങ്ങൾ പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ മക്കളെ, നമ്മുടെ ഈ ഒരു കഥ എഴുതിയിരിക്കുന്നത് ഇതൊരു ലഘു കഥയാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ, ലഘു കഥ എന്ന്. ലഘു എന്ന് പറഞ്ഞാൽ ചെറുത്, കുറച്ച് എന്നല്ലേ അർത്ഥം. അപ്പൊ കഥ എന്ന് പറഞ്ഞാൽ കഥ അല്ലെ. ലഘു കഥ പറഞ്ഞാൽ ചെറുകഥ അല്ലെ. വളരെ ചെറിയൊരു കഥയാണ്. സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് നമുക്ക് തീർക്കാം. അപ്പൊ നമ്മുടെ ഈ ലഘു കഥ എഴുതിയിരിക്കുന്നത് ആരാണ് മക്കളെ? അഞ്ജു ഖർബന്ദയാണ്. അഞ്ജു ഖർബന്ദ എന്ന് കേൾക്കുമ്പോൾ അഞ്ജുവിന് ഗർഭുണ്ടോ എന്ന് വിചാരിക്കേണ്ട. ഇതാണ് നമ്മുടെ കഥാകാരിയുടെ, ആ സഹോദരിയുടെ പേര്. ഇവിടെ മക്കളെ നോക്കുക, നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഒരു ട്രെയിനിനകത്തല്ലടാ അല്ലെ, ഫാൻ ഉണ്ട്, ജനലുണ്ട്, കുറച്ച് ആളുകൾ ഇരിക്കുന്നുണ്ട്. കണ്ടാൽ തന്നെ നമുക്കറിയാം ഇതൊരു റെയിൽവേ, ഒരു ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റ് ആണ് അല്ലെ. മക്കളെ, നമ്മുടെ ഈ ചിത്രം സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു ട്രെയിൻ യാത്രയിലെ അനുഭവമാണ് ഈ ഒരു കഥയിൽ പറയുന്നത്. ഇവിടെ കണ്ടില്ല മക്കളെ, ഒരു അച്ഛൻ അല്ലെ. ഇതൊരു അച്ഛനാണ് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അയാളുടെ കൊണ്ടാട്ടിയാണത്, അയാളുടെ ഭാര്യ. ഓക്കെ, പിന്നെ ഇവരുടെ മക്കളാണ് ഇവിടെ 2 കാണിച്ചിരിക്കുന്നത്. 2 മക്കളാണെന്ന് തോന്നുന്നു ചിത്രം കണ്ടിട്ട്. എന്തായാലും അതിനെക്കുറിച്ച് നമ്മുടെ കഥയിൽ പറയുന്നില്ല. എന്തായാലും ഒരു ഭാര്യയും ഒരു ഭർത്താവും അവരുടെ മക്കളും കൂടി ഒരു യാത്ര പോവാണ്. അവർ യാത്ര പോകുന്ന വേറെ ഒടുക്കല്ല, ഹോഷിയാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവരുടെ കല്യാണത്തിന്, ആരുടെ കല്യാണം എന്നൊന്നും പറയുന്നില്ല, ഒരു കല്യാണം കൂടാൻ വേണ്ടി പോവാണ്. കുറച്ച് 8 മണിക്കൂർ യാത്രയുണ്ട് അവർക്ക്. അപ്പൊ ആ യാത്രയിലെ ഉണ്ടായിട്ടുള്ള ഒരു ചെറിയൊരു അനുഭവമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ കഥാകാരി പങ്കുവെക്കുന്നത്. കഥാകാരി അല്ല യാത്ര ചെയ്യുന്നത്, കഥാകാരി ഒരു കഥ എഴുതിയതാണ്. ആ കഥയിൽ ഒരു കുടുംബമായിട്ട്, ഒരു കുടുംബം യാത്ര ചെയ്യുമ്പോൾ അവർക്കുണ്ടാവുന്ന ചെറിയൊരു അനുഭവമാണ് ഈ ഒരു ട്രെയിൻ യാത്രയിൽ പറയുന്നത്. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമ്മുടെ എഴുത്തുകാരിയെ ഒന്ന് കണ്ടോളൂ മക്കൾ. ഇതാണ് നമ്മുടെ അഞ്ജു ഖർബന്ദ. അഞ്ജു ഖർബന്ദ ജനിച്ചിട്ടുള്ളത് ദില്ലിയിലാണ്, നമ്മുടെ ഡൽഹിയിൽ. അത്രമാത്രം മക്കൾ മനസ്സിലാക്കിയാൽ മതി. എഴുത്തുകാരിയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നമുക്ക് പരീക്ഷയ്ക്ക് വരില്ല, അതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി മക്കളെ നമ്മുടെ കഥയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കടക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഓരോ വാക്കുകൾ നമ്മൾ പറയും, അർത്ഥങ്ങൾ എഴുതി വെക്കണം. സോ മക്കളെ നോക്ക്, ഹോഷിയാപൂർ സെ ഷാദി കാ ബുലാവ ആയാ താ. ഓക്കെ, ഹോഷിയാപൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഹോഷിയാപൂരിൽ നിന്ന്, ഈ സെ എന്ന് പറഞ്ഞാൽ നിന്ന് എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ഹോഷിയാപൂർ സെ എന്ന് പറഞ്ഞാൽ ഹോഷിയാപൂരിൽ നിന്ന്, ഷാദി കാ, ഷാദി എന്ന് പറഞ്ഞാൽ കല്യാണം. കല്യാണം എന്ന് പറയുമ്പോൾ എന്തൊരു സന്തോഷം അല്ലെ. ഓക്കെ, അപ്പൊ ഹോഷിയാപൂരിൽ നിന്ന് കല്യാണത്തിന്റെ ബുലാവ, ബുലാവ എന്ന് പറഞ്ഞാൽ ക്ഷണം എന്നർത്ഥം, ഇൻവിറ്റേഷൻ. അപ്പൊ ഒരു കല്യാണത്തിന്റെ ക്ഷണം ആയാത്ത, ആ എന്ന് പറഞ്ഞാൽ വരിക എന്നല്ലേ, ആയ എന്ന് പറഞ്ഞാൽ വന്നു. അപ്പൊ ആയാത്ത, ഥ എന്ന് പറഞ്ഞാൽ ആയിരുന്നു, ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ഹോഷിയാപൂരിൽ നിന്ന് കല്യാണത്തിന്റെ ക്ഷണം വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ മക്കളെ ഇങ്ങനെ സെന്റൻസ് കറക്റ്റ് മനസ്സിലാക്കി പഠിക്കണം, എന്നാലേ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസറുകളൊക്കെ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെന്റൻസ് തന്നെ ഒരു ചോദ്യമൊക്കെ വരും. നമ്മൾ ഓരോ സെന്റൻസ് മനസ്സിലാക്കുമ്പോഴും അതിന് എന്തൊക്കെ ചോദ്യങ്ങൾ വരുമെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ ചോദിക്കും എന്ത്, കഹാസെ ഷാദി കാ ബുലാവ ആയാത്ത, എവിടെ നിന്നാണ് കല്യാണത്തിന്റെ വിളി വന്നത്, അല്ലെങ്കിൽ ക്ഷണം വന്നത്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി, എന്നാ ഹോഷിയാപൂർ സെ. അപ്പൊ നമുക്ക് അർത്ഥം കിട്ടിക്കഴിഞ്ഞാൽ ഉത്തരങ്ങൾ തന്നെ ചോദ്യത്തിൽ നമ്മുടെ പാരഗ്രാഫിൽ നിന്ന് കിട്ടും. ഇതാണ് ഹിന്ദിയുടെ ടെക്നിക്ക്. അപ്പൊ അതുകൊണ്ട് അർത്ഥങ്ങൾ മക്കൾ മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, ഇനി എന്താ ട്രെയിൻ സെ ജാന തൈ ഹുവ, ട്രെയിനിൽ പോകാൻ തീരുമാനിച്ചു. ഓക്കെ, ജാന എന്ന് പറഞ്ഞാൽ പോവുക എന്നാണ് അർത്ഥം. തൈ ഹുവ എന്ന് പറഞ്ഞാൽ തൈ കർണ അല്ലെങ്കിൽ തൈ ഹോന എന്നൊക്കെ പറഞ്ഞാൽ തീരുമാനിക്കുക, നിശ്ചയിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് തൈ ഹുവ, തീരുമാനിച്ചു. ഓക്കെ, അപ്പൊ ഇത് പാസ്റ്റ് ടെൻസിലാണ് ഈ ഒരു കഥ തയ്യാറാക്കിയിരിക്കുന്നത്. കഴിഞ്ഞു പോയ ഒരു സംഭവമാണ്. ഇനി ഇത് ഒരാൾ നെറേറ്റ് ചെയ്യുന്ന രീതിയിൽ, കഥ വിവരിക്കുന്ന രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് നെറേറ്റ് ചെയ്യുന്നത് നമ്മുടെ എഴുത്തുകാരിയല്ല, പകരം നമ്മൾ നേരത്തെ ഒരു ഭർത്താവിനെ പറഞ്ഞില്ലേ, ഒരു മനുഷ്യനെ കാണിച്ചെന്നില്ലേ, ആ ഭർത്താവ് വിവരിക്കുന്ന രീതിയിലാണ് ഈ ഒരു കഥ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ അവർക്ക് കല്യാണത്തിന്, ഹോഷിയാപൂരിലേക്ക് ഒരു കല്യാണത്തിന് പോവേണ്ടതുണ്ടായിരുന്നു. അപ്പൊ മൂപ്പര് തീരുമാനിച്ചെന്ത്, ട്രെയിനിൽ അങ്ങോട്ട് പോവാണ്. ഓക്കെ, അപ്പൊ ട്രെയിനിലാണ് എളുപ്പം. നമുക്ക് കുറെ ആളുകൾക്ക് യാത്ര ചെയ്യാൻ ഏറ്റവും ഇഷ്ടം ട്രെയിൻ ആയിരിക്കില്ല, കുറച്ചുകൂടി കംഫർട്ട് അല്ലേ. ദെൻ സർദി ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഗീത്തി, നമ്മുടെ തണുപ്പ്. സർദി എന്ന് പറഞ്ഞാൽ എന്താണ്, തണുപ്പ് എന്നാണ് അർത്ഥം. ചൂടിന് ഗർമി എന്ന് പറയും കേട്ടോ. അപ്പൊ സർദി തണുപ്പ് എന്താണ്, ഹൽക്കി ഹൽക്കി അല്പാൽപമായിട്ട്, അതായത് കുറച്ച് കുറച്ചായിട്ട്. ഹൽക്കി എന്ന് പറഞ്ഞാൽ കുറച്ച്, ഹൽക്കി ഹൽക്കി പറഞ്ഞാൽ അല്പാൽപമായിട്ട് അല്ലെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ. ദസ്തക് ദേനെ ലഗി, അനുഭവപ്പെടാൻ തുടങ്ങിയിരുന്നു. ഈ ലഗി എന്നൊക്കെ പറഞ്ഞാൽ തുടങ്ങുക എന്നുള്ള, ലഗി ലഗ എന്ന് പറഞ്ഞാൽ തുടങ്ങുക എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പൊ ദസ്തക് ദേന എന്ന് പറഞ്ഞാൽ അനുഭവപ്പെടുക, മുട്ടുക എന്നൊക്കെയാണ്, അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെയാണ് അർത്ഥം. അപ്പോ ദസ്തക് ദേന ലഗീത്തി എന്ന് പറഞ്ഞാൽ അനുഭവപ്പെടാൻ തുടങ്ങിയിരുന്നു എന്നാണ് ഈ ഒരു പുസ്തകത്തിൽ. അതായത് ഓരോ സ്ഥലത്ത് ഓരോ മീനിങ് ആണ് വാക്കുകൾക്ക് ഉണ്ടാവുക. ഇവിടെ അർത്ഥം വരുന്നത് അനുഭവിക്കാൻ തുടങ്ങിയിരുന്നു അല്ലെങ്കിൽ അനുഭവപ്പെടാൻ തുടങ്ങിയിരുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പോ നമ്മുടെ തണുപ്പ് പതുക്കെ പതുക്കെ അനുഭവപ്പെടാൻ തുടങ്ങിയിരുന്നു പറഞ്ഞാൽ അതൊരു വിന്റർ സീസണിലേക്ക് വരികയെന്ന് മക്കൾ മനസ്സിലാക്കിയാൽ മതി. ഒരു തണുപ്പ് കാലത്താണ് ഇവർ യാത്ര ചെയ്യാൻ പോകുന്നത്. ദെൻ ഇസ്ലിയെ, അതുകൊണ്ട്, അതായത് തണുപ്പൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ
സോച്ച, ഇയാൾ ചിന്തിച്ചു. സോച്ച് എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക എന്നാണ് അർത്ഥം. സോച്ച എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു. എന്താ ചിന്തിച്ചത്? ചലോ ഇസ് ബാർ, ബാർ എന്ന് പറഞ്ഞാൽ ബീർ കിട്ടുന്ന ബാറില്ല, ബാർ എന്ന് പറഞ്ഞാൽ തവണ, പ്രാവശ്യം. അപ്പൊ ഇസ് ബാർ എന്ന് പറഞ്ഞാൽ ഇത്തവണ, അതായത് ഇപ്രാവശ്യം എന്ത് ചെയ്യാം? AC കെ ബച്ചായ്. കെ ബച്ചായ് എന്ന് പറഞ്ഞാൽ പകരം അല്ലെങ്കിൽ കൂടാതെ എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ പകരം എന്നാണ്. AC കെ ബജായ് എന്ന് പറഞ്ഞാൽ ACക്ക് പകരം. അതായത് നമ്മുടെ ഈ കുടുംബം, നമ്മുടെ കുടുംബമല്ല, ആ മനുഷ്യൻ, നമ്മൾ നേരത്തെ ചിത്രത്തിൽ കാണിച്ച ആ കുടുംബം സാധാരണ ഇത്തരത്തിലുള്ള യാത്രകളൊക്കെ പോകുമ്പോൾ AC കമ്പാർട്ട്മെന്റിലാണ് പോവല്. അപ്പൊ നമുക്കറിയാം അത്യാവശ്യം പൈസ ഉള്ള ആൾക്കാരൊക്കെ എന്തായാലും AC യാത്ര ചെയ്യണം. കാരണം കുറച്ചുകൂടി കംഫർട്ടാണ്, പൊടി സഹിക്കേണ്ട, പുറത്തുനിന്നുള്ള കുറെ അലമ്പുകളൊന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ എന്താണ്, നമുക്ക് നല്ല കംഫർട്ടായിട്ട് നല്ല തണുപ്പിൽ നല്ല ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ AC കമ്പാർട്ട്മെന്റിലാണ് ഈ കുടുംബം പോവാറുള്ളത്. ഇത്തവണ നമ്മുടെ മച്ചാൻ എന്ത് ചെയ്തു? തണുപ്പ് കാരണം AC അങ്ങോട്ട് ഒഴിവാക്കാന്ന് വിചാരിച്ചു. AC ഒഴിവാക്കിയ പിന്നെ എന്താ അടുത്ത ഓപ്ഷൻ? ജനറൽ കമ്പാർട്ട്മെന്റ് അല്ലേ. അപ്പൊ മച്ചാൻ തീരുമാനിച്ചു ജനറൽ കമ്പാർട്ട്മെന്റിൽ പോവാന്ന്. സോ കുറച്ച് പൈസ ലാഭം കിട്ടും അല്ലേ. ഏതാ മോനെ. സോ നോക്കേ, AC കെ ബച്ചായി, ACക്ക് പകരം ജനറൽ കോച്ച് സേ, ജനറൽ കോച്ചിലൂടെ, ജനറൽ കോച്ച് പറഞ്ഞാൽ ജനറൽ കമ്പാർട്ട്മെന്റ്, അതായത് AC അല്ലാത്ത എല്ലാ കമ്പാർട്ട്മെന്റുകളും ജനറൽ എന്നാണ് പറയാട്ടോ. അപ്പൊ ആ ജനറൽ കമ്പാർട്ട്മെന്റിലൂടെ സഫർ ക ആനന്ദ്, അതിന്റെ യാത്രയുടെ ആനന്ദം. സഫർ എന്ന് പറഞ്ഞാൽ യാത്ര എന്നർത്ഥം. അപ്പൊ ജനറൽ കമ്പാർട്ട്മെന്റിലെ യാത്രയുടെ ആ ഒരു ആനന്ദം ലിയാജായെ, അതായത് അനുഭവിക്കാം അല്ലെങ്കിൽ കണ്ടെത്താമെന്ന് ആര് കരുതുകയാണ്? കുടുംബനാഥൻ കരുതുകയാണ്. ഓക്കെ, അപ്പം തണുപ്പുണ്ട്, തണുപ്പായതുകൊണ്ട് എന്ത് ചെയ്യുക? ഇന്ന് AC വേണ്ട, ഇപ്രാവശ്യം AC വേണ്ട, നമുക്ക് ജനറൽ കോച്ചിൽ പോകാൻ ഇയാൾ തീരുമാനിക്കുകയാണ്. അപ്പൊ തീരുമാനിച്ചിട്ട് ഇയാൾ മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ, ഇത് മറ്റുള്ള ആളുകളെ, കുടുംബത്തിൽ ഭാര്യയും മക്കളൊക്കെ ഉണ്ടല്ലോ, അവരെ കൂടി പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കണം അല്ലെ. അപ്പൊ എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. സോ നോക്കൂ, പഹലെ, ആദ്യം, അതായത് ഇയാൾ പറഞ്ഞ് നമുക്ക് ഇപ്രാവശ്യം നല്ല തണുപ്പല്ലേ, AC പോണ്ട, നമുക്ക് ജനറലിൽ പോവാം എന്ന് പറഞ്ഞപ്പോ നമ്മുടെ എന്താ ബീബി ബച്ചെ, നമ്മുടെ അല്ല, ഇയാളുടെ ബീബി ബച്ചെ, ഇയാളുടെ ആ ബീവി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാര്യ എന്നാണ് അർത്ഥം. പത്നി എന്നും പറയും. ബീവി എന്ന് പറഞ്ഞ ഒരു അറബ് പദം കൂടിയാണ്, ഹിന്ദിയിലും പറയും. അപ്പൊ എന്തായാലും ബീവി ബച്ചെ, ബച്ചെ എന്ന് പറഞ്ഞാൽ കുട്ടികൾ അല്ലെ. അയാളുടെ ഭാര്യയും കുട്ടികളും ആദ്യം, പഹലെ എന്ന് പറഞ്ഞാൽ ആദ്യം എന്നാണ് അർത്ഥം. ആദ്യം എന്താ ചെയ്തത്? ജനറൽ സേ ജാനെ പർ, ജനറൽ കോച്ചിൽ പോകുന്നതിനെ കുച്ച് നാരാസ് ഹുവ, നാരാസ് എന്ന് പറഞ്ഞാൽ ദേഷ്യം എന്നാണ് അർത്ഥം. അപ്പൊ ഈ ജനറൽ കോച്ചിൽ പോകുന്ന ഈ യാത്രയെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ആദ്യം എന്ത് ചെയ്തു? ഭാര്യയും അതുപോലെ തന്നെ മക്കളും അതിനെ എതിർത്തു. അവർ കുറച്ച് നാരാസുയെ, കുറച്ച് ദേഷ്യപ്പെട്ടു എന്നാണ് പറഞ്ഞത്. എന്നാൽ ഫിർ തോടി നാ നുക്കുർ കെ ബാദ്, കുറച്ച് എതിർപ്പുകൾക്ക് ശേഷം, തോടി എന്ന് പറഞ്ഞാൽ കുറച്ച് എന്നാണ് അർത്ഥം, നാ നുക്കുർ എന്ന് പറഞ്ഞാൽ എതിർപ്പുകൾ അല്ലെങ്കിൽ അനിഷ്ടം, ഇഷ്ടക്കേട് എന്നൊക്കെ പറയാം. അപ്പൊ കുറെ സമയം ഇവർ എതിർത്ത് നോക്കി ഭാര്യയും ഭർത്താവും, അത് ശരിയാവില്ല, ഈ ജനറൽ കോച്ചിൽ ഫുൾ അലമ്പാവും, പല ആളുകളും വരും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കുറെ പറഞ്ഞു നോക്കിയിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ എഴുത്തുകാരൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, നല്ല തണുപ്പല്ലേ, നമുക്കിപ്പൊ ഇങ്ങനെ പോയാൽ പോരെ, പൈസ ലാഭല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എന്തായാലും കുറെ എതിർപ്പുകൾക്ക് ശേഷം, ബാദ് എന്ന് പറഞ്ഞാൽ ശേഷം എന്നാണ് അർത്ഥം കേട്ടോ. നാ നുക്കുർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർപ്പ്. അപ്പൊ കുറെ എതിർപ്പുകൾക്ക് ശേഷം മാൻഗയെ, അവർ എന്ത് ചെയ്തു? മാൻഗയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കുക അല്ലെങ്കിൽ സമ്മതിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ കുറെ എതിർത്തതിന് ശേഷം പിന്നെ ഭാര്യയും മക്കളൊക്കെ പറഞ്ഞു, എന്നാ പിന്നെ ഇയാൾ അങ്ങോട്ട് എന്തെങ്കിലും കാട്ടിക്കോട്ടെ അല്ലെ. അപ്പൊ എന്നാ ശരി, നമുക്ക് ജനറലിൽ പോവാന്ന് പറഞ്ഞ് അവർ സമ്മതിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി ജനറൽ കോച്ചിൽ പോകുന്ന ചിത്രമാണ് മക്കൾ ഫസ്റ്റ് കാണുന്നത്. സോ നോക്ക്, ദില്ലി സെ ലഗ്ഭഗ് 8 ഘണ്ടെ കാ സഫർ. അപ്പൊ ദില്ലിയിൽ നിന്ന്, നമ്മുടെ എഴുത്തുകാരിയുടെ നാടനാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ദില്ലിയിൽ നിന്നാണ് ഇവർ ഹോഷിയാപൂരിലേക്ക് പോകുന്നത്, കല്യാണത്തിനാണ് പോകുന്നതെന്ന് പറഞ്ഞു. ആ ദില്ലിയിൽ നിന്ന് ലഗ്ഭഗ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അല്ലെങ്കിൽ ഏകദേശം. അപ്പൊ ഡൽഹിയിൽ നിന്ന് ഏകദേശം 8 ഘണ്ടെ പർ, 8 ഘണ്ടെ, ഘണ്ട എന്ന മണിക്കൂർ എന്നാണ് അർത്ഥം, ഘണ്ടെ എന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾ. അപ്പൊ 8 മണിക്കൂറിന്റെ സഫർ, യാത്രയുണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ 8 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത്ര അടുത്തൊന്നല്ല അല്ലെ, കുറെ ദൂരെയാണ് ഈ ഹോഷിയാപൂർ കിടക്കുന്നത്. അപ്പൊ 8 മണിക്കൂർ ഈ ഒരു കമ്പാർട്ട്മെന്റ്, ജനറൽ കമ്പാർട്ട്മെന്റിൽ ഇവർ പോകണം അല്ലെ. സീറ്റ് ബുക്ക് എത്തി. ഈ ജനറൽ കമ്പാർട്ട്മെന്റിൽ നമുക്ക് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാനും ഉറങ്ങാനൊക്കെ വേണമെങ്കിൽ, നമുക്ക് ബർത്തൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നേരത്തെ റിസർവ് ചെയ്യണം അല്ലെ. അപ്പൊ സീറ്റ് ബുക്ക് തീ എന്ന് പറഞ്ഞാൽ സീറ്റൊക്കെ ഇവർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞത്, റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനാൽ എന്താ സംഭവിച്ചത്? ജ്യാദാ പരേഷാനി നഹീ ഹുയി, കൂടുതൽ പരേഷാനി, ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. പരേഷാനി എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് എന്നാണ് അർത്ഥം, കഷ്ടപ്പാട്, ബുദ്ധിമുട്ട് എന്നൊക്കെയാണ് അർത്ഥം. ജ്യാദ എന്ന് പറഞ്ഞാൽ കൂടുതൽ. അപ്പൊ സീറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, അവർക്ക് സീറ്റ് ഒക്കെ കിട്ടി അല്ലെ. ദെൻ ബച്ചോനെ, അപ്പൊ ഇയാൾക്ക് കുട്ടികളുണ്ടല്ലോ, ചിത്രത്തിൽ 2 കുട്ടികളെ കാണിക്കുന്നത്, എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും അയാളുടെ കുട്ടികൾ എന്ത് ചെയ്തു എന്നാ പറഞ്ഞത്? ജഡ്, പെട്ടെന്ന്. ജഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ജഡ്പഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ 9 പഠിച്ചിട്ടുണ്ട്. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ജഡ്പഡ് അല്ലെ. അപ്പൊ ജഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓർത്താൽ മതി. ജഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്നാണ് അർത്ഥം. അപ്പൊ കുട്ടികൾ ട്രെയിനിൽ കയറിയ ഉടനെ തന്നെ എന്താ ചെയ്തത്? പെട്ടെന്ന് ഗിഡ്കി വാലി സീറ്റ്, ജനലിനോട് ചേർന്നുള്ള സീറ്റ്, അതായത് വിൻഡോ സീറ്റ് എന്ന് പറയില്ല, നമുക്ക് ബസ്സിലായാലും ട്രെയിനിലായാലും ഇനി ഫ്ലൈറ്റിലായാലും എവിടെ കയറിയാലും കുട്ടികൾക്ക് എന്ത് ചെയ്യണം? ജനലിന്റെ അടുത്തിരിക്കാൻ. കുട്ടികൾക്ക് നല്ല വലിയ ആൾക്കാർക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും, നല്ല പുറത്തെ കാഴ്ചകൾ കാണാനും കാറ്റൊക്കെ ആസ്വദിക്കാനൊക്കെ പറ്റുള്ളൂ അല്ലെ. അപ്പൊ എന്തായാലും കുട്ടികൾ ചാടി കയറി എന്ത് ചെയ്തു എന്നാ പറഞ്ഞത്? ആ ഗിഡ്കി വാലി സീറ്റ്, വിൻഡോ സീറ്റുകൾ ജപ്പഡിലി, പിടിച്ചെടുത്തു എന്നാ പറഞ്ഞത്. ഈ ജപ്പഡിലി എന്ന് പറഞ്ഞാൽ കൈവശപ്പെടുത്തുക, അതേപോലെ തന്നെ പിടിച്ചെടുക്കുക എന്നൊക്കെയാണ് പറയുക, തട്ടിയെടുക്കുക എന്നൊക്കെ പറയും. ഇവിടെ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ പെട്ടെന്ന്
തന്നെ കുട്ടികൾ വേഗം കയറിങ്ങാണ്ട് നമ്മുടെ ഈ ചരലിന്റെ അടുത്തുള്ള സീറ്റുകളൊക്കെ പിടിച്ചെടുത്തു, കയ്യിലാക്കി. സാരാ സാമാൻ, എല്ലാ സാധനങ്ങളും. അപ്പൊ ഇവര് വലിയൊരു യാത്ര പോവാണില്ലേ, കല്യാണത്തിന് കുറെ ലോങ്ങിലേക്കല്ലേ, അപ്പൊ ഇവരുടെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തതിന് ശേഷം, അതായത് സെറ്റ് ചെയ്യാറുള്ള എന്താ ഇംഗ്ലീഷ് വാക്കാണ്, ഒക്കെ അറേഞ്ച് ചെയ്തു, സാധനങ്ങളൊക്കെ അതിന്റെ സീറ്റിന്റെ അടിയിലോടെ ഒതുക്കി വെച്ചതിന് ശേഷം മേം ഓർ പത്നി, ഞാനും എന്റെ ഭാര്യയും, ഇയാളാണല്ലോ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഞാനും എന്റെ ഭാര്യയും എന്ത് ചെയ്തു, ബാത്തോമേം, സംസാരങ്ങളിൽ അല്ലെങ്കിൽ കാര്യങ്ങളിൽ, ബാത്ത് എന്ന് പറഞ്ഞാൽ കാര്യം എന്ന് പറയും, സംസാരം എന്നൊക്കെ പറയും, വർത്താനം അല്ലെ. അപ്പൊ വർത്താനങ്ങളിൽ എന്ത് ചെയ്തു, മഷ്ഗൂൽ ഹോഗയെ എന്ന് പറഞ്ഞത്. മഷ്ഗൂൽ ഹോന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കിലാവുക, വ്യാപൃതനാവുക, മുഴുകിയിരിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ വ്യാപൃതനാവുക എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ എന്ത് ചെയ്തു, ഇയാളും ഇയാളുടെ ഭാര്യ സാധനങ്ങളൊക്കെ വെച്ചൊന്ന് കംഫർട്ട് ആയതിനു ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അവർ സംസാരങ്ങളിൽ മുഴുകി. ഓക്കെ, നാട്ടുവർത്താനം ഇങ്ങനെ പറയണ്ടോ, വേറെ പണിയൊന്നുമില്ലല്ലോ, ട്രെയിൻ ഓടിപ്പോകാനൊന്നും പറ്റില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ പറയാം അല്ലെ. ഓക്കെ, ഇനി എന്താ അവിടെ നോക്കി അടുത്തതായിട്ട് പറയുന്നത്, ദീദി. ട്രെയിൻ കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോ ഒരു വിളി, ദീദി എന്ന് പറഞ്ഞാൽ ചേച്ചി എന്നാ പറഞ്ഞല്ലേ. അപ്പൊ ആരോ ചേച്ചി എന്ന് പറഞ്ഞു. ചേച്ചി എന്ന് പറയണമെങ്കിൽ നമ്മുടെ ചേട്ടനാവില്ലല്ലോ, അതായത് ഇയാളുടെ ഭാര്യയെ ആരോ വിളിക്കുകയാണ് ചേച്ചി. എന്നിട്ട് എന്താ, ജമ്മു കി ഷാൾ ലേലോ, ജമ്മുവിൽ നിന്ന് കൊണ്ടുവന്ന ഷാളാണ്, ഇത് എടുത്തോളൂ. ലേ എന്ന് പറഞ്ഞാൽ എടുക്കുക എന്നാണ് അർത്ഥം. അപ്പൊ ലേലോ എന്ന് പറഞ്ഞാൽ എടുത്തോളൂ അല്ലെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക ജമ്മു എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് അല്ലെ, ജമ്മു കാശ്മീർ കേട്ടിട്ടില്ലേ. അപ്പൊ അവിടുത്തെ ഷാള് നല്ല മനോഹരമായിട്ടുള്ള ഷാളുകളാണ്, അത് വിൽക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഈ ട്രെയിനിൽ വന്നതാണ്. ആ ആളാണ് എന്ത് ചെയ്തത്, ആരുടെ അടുത്തേക്ക് വന്നത്, നമ്മുടെ ഈ ഒരു പെണ്ണിന്റെ, അതായത് ഇയാളുടെ ഭാര്യയുടെ അടുത്തേക്ക് വന്നത്. ഇനി ആ വന്നിരിക്കുന്നത് ആണാണോ പെണ്ണാണോ എന്നൊക്കെ നമുക്ക് ഇപ്പൊ അറിയില്ല, നമുക്ക് നോക്കാം ആരാണെന്നുള്ളത്. എന്നിട്ട് ആ വന്നിട്ടുള്ള ആള് എന്ത് ചെയ്തിന്റെ ഒരു കാര്യം കൂടി പറഞ്ഞു, ബഹുത്ത് ബഡിയാ ഹേ, അത് വളരെ മികച്ചതാണെന്ന്. ബഡിയ എന്ന് പറഞ്ഞാൽ മികച്ചത്, വളരെ നല്ലത് എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, അപ്പൊ നല്ല ഷാളാണ് ചേച്ചി, എന്തായാലും എടുത്തോളൂ, ജമ്മുവിൽ നിന്നുള്ളതെന്നൊക്കെ പറഞ്ഞുകാണ്ട് നല്ല ഒലിപ്പിച്ചുകാണ്ട് ഒരു കച്ചവടക്കാരൻ വന്നില്ലേ, കച്ചവടക്കാരിയോ നമുക്ക് നോക്കാം. സോ നോക്കേ, രംഗ് ബിരങ്കി ഷാളോം കാ ഭാരി ഗട്ടർ ഉഠായേ. നല്ല രംഗ് ബിരങ്കി, രംഗ് എന്ന് പറഞ്ഞാൽ നിറം എന്നാണ് അർത്ഥം. രംഗ് ബിരങ്കി എന്ന് പറഞ്ഞാൽ പല നിറത്തോട് കൂടിയിട്ടുള്ള ഷാളോം കാ, ഷാളുകളുടെ ഭാരി ഗട്ടർ. ഗട്ടർ എന്ന് പറഞ്ഞാൽ ഭാണ്ഡം അല്ലെങ്കിൽ നമ്മുടെ ബണ്ടിൽ, നമ്മളെ കെട്ട് എന്നൊക്കെ പറയാം, വലിയൊരു കെട്ട് എന്നൊക്കെ പറയില്ലേ. അപ്പൊ അതിനാണ് ഗട്ടർ എന്ന് പറയാം. അപ്പൊ വലിയൊരു ഭാണ്ഡം നിറയെ എങ്ങനെയുള്ള രംഗ് ബിരങ്കി ഷാളോം കാ, അതായത് വളരെ മനോഹരമായിട്ടുള്ള നിറങ്ങളോട് കൂടിയിട്ടുള്ള ഷാളുകളുടെ ഒരു ഭാരി ഗട്ടർ, ഭാരമേറിയ, ഭാരി എന്ന് പറഞ്ഞാൽ ഭാരമേറിയ അല്ലെ, വലിയ എന്നൊക്കെ പറയാം. അപ്പൊ ഭാരമേറിയ ഒരു ഭാണ്ഡവും ഉഡായെ എടുത്തുകൊണ്ട് ഏക്ക് സാവലി സലോനി ഖജിരാരി ആംഖോം വാലി യുവതി. സാവലി സലോനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക് സ്കിൻഡ് എന്ന അർത്ഥം, കറുത്ത നിറമുള്ള അല്ലെങ്കിൽ ഇരുണ്ട നിറമുള്ള. ഓക്കെ, അപ്പൊ ഒരു കറുത്ത നിറമുള്ള അല്ലെങ്കിൽ ഇരുണ്ട നിറത്തോട് കൂടിയിട്ടുള്ള ഖജിരാരി ആംഖേം. ഖജിരാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കറുപ്പ്, ബ്ലാക്ക് ആൻഡ് എന്ന് തന്നെയാണ് അർത്ഥം. ഖജിരാരി ആംഖോം എന്നാ പറഞ്ഞത്, അതായത് കറുത്ത കണ്ണുകളുള്ള. ഈ കാജൽ എന്ന വാക്കിൽ നിന്നാണ് ഖജിരാരി എന്ന വാക്കുണ്ടായത്. കാജൽ എന്ന് പറഞ്ഞാൽ കൺമഷി എന്നാണ് പറഞ്ഞത്, അതായത് കൺമഷി എഴുതിയ കറുത്ത കണ്ണുകൾ എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. കാരണം നമുക്കറിയാം മിക്ക പെൺകുട്ടികളും എന്ത് ചെയ്യും, കൺമഷിയൊക്കെ എഴുതി നല്ല സുന്ദരിമാരായിട്ടാണ് വരിക അല്ലെ. അപ്പൊ എന്തായാലും അങ്ങനെയുള്ള ഒരു ഖജിരാരി ആംഖോം. ഒരു ഹിന്ദി പാട്ടുണ്ടല്ലോ, ഖജിരാരേ ഖജിരാരേ തിരുഗാരേ ഗാരേ നൈന മേരെ നൈന മേരെ നൈന തിരു, എനിക്കറിയില്ല. എന്തായാലും ആ ഖജിരാരി ആംഖേ, നല്ല കൺമഷിയിട്ട് കറുപ്പിച്ച നല്ല മനോഹരമായിട്ടുള്ള കണ്ണുകളോട് കൂടിയ ഒരു യുവതി. വാലി വാല എന്നൊക്കെ പറഞ്ഞ ആൾ എന്നാണ് സൂചിപ്പിച്ചത്. അപ്പൊ ആംഖേം വാലി എന്ന് പറഞ്ഞാൽ കണ്ണുകളുള്ള ആൾ. ഓക്കെ, എങ്ങനെ ഒരു യുവതി, ഒരു പെൺകുട്ടിയാണ് ഇവിടെ വന്നില്ലെങ്കിൽ ഒരു കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണാണ് നമ്മൾ യുവതി എന്ന് പറയല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് ഇവിടെ ഈ ഒരു എന്ത് വിൽക്കാനായി, ഷാള് വിൽക്കാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ആ സ്ത്രീയുടെ പ്രത്യേകത എന്താ, അവളുടെ സ്കിന്നിന്റെ കളർ, തൊലിയുടെ നിറം കറുത്തതാണ്, അതേപോലെ അവളുടെ കണ്ണുകളും അതിമനോഹരമായിട്ട് കറുത്തതാണ് അല്ലെ. സോ നോക്ക്, പത്നിക്കോ ഇസിരാർ കർണയിലേക്ക്, പത്നി എന്ന ഭാര്യ, ഇയാളുടെ ഭാര്യ എന്ത് ചെയ്യാൻ തുടങ്ങിയെന്നാ പറഞ്ഞത്, ഇസിരാർ കർണയിലേക്ക്. ഇസിരാർ കർണ എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കുക, അതായത് വാങ്ങാനായിട്ട് പ്രേരിപ്പിക്കുക അല്ലെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ട്രെയിനിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പെണ്ണുപിള്ള വന്നു അല്ലെങ്കിൽ ഒരു യുവതി വന്നു. ആ യുവതി ഒരു കറുത്ത നല്ല സുന്ദരിയായിട്ടുള്ള ഒരു യുവതിയായിരുന്നു, നല്ല കറുത്ത കണ്ണുകളോട് കൂടിയ ഒരു യുവതി. ആ യുവതി വന്നിട്ട് ആ യുവതിയുടെ കയ്യിൽ നിറയെ കാശ്മീരി ഷാളുകളുടെ വലിയൊരു ഭാണ്ഡം ഉണ്ടായിരുന്നു. ആ ഭാണ്ഡം എടുത്തുകൊണ്ട് ആ യുവതി വന്നിട്ട് പറഞ്ഞു, ചേച്ചി കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഷാളുകളാണ്, നല്ല മികച്ച ഷാളുകളാണ്, വളരെ നല്ല ഷാളുകളാണ്, എടുത്തോളൂ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമുക്കറിയാം പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഷാളോ ഡ്രസ്സോ വളയോ മാലയോ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ വാങ്ങാൻ, ഇപ്പൊ വേണ്ടിയില്ലെങ്കിലും വാങ്ങാനുള്ള ഒരു ആക്രാന്തം ഉണ്ടാവും. അപ്പൊ നമ്മുടെ ചേച്ചിയും അതുപോലത്തെ ഒരു ചേച്ചിയായിരുന്നു, അതായത് ഇയാളുടെ ഭാര്യ. അപ്പൊ ചേച്ചി ചോദിച്ചു, നമുക്കറിയാം ഒരു സാധനം നമ്മളുടെ അടുത്ത് വാങ്ങാൻ വന്ന ആദ്യം നമ്മൾ ചോദിക്കുന്നതാ വില എത്രയാന്നല്ലേ. അപ്പൊ വില എത്രയാന്ന് ഇങ്ങനെ ചോദിക്കുക, കിത്തിനെ കീ ഹേ, എത്രയാ, കിത്തിനെന്ന് വെച്ചാൽ എത്ര അല്ലെ. അപ്പൊ എത്രയാന്ന് ചോദിച്ചു, ചേച്ചി ചുമ്മാന്ന് ചോദിച്ചതാ, എത്രയാന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ ആ പെൺകുട്ടി, നമ്മുടെ ആ യുവതി പറയാണെന്ത്, 250 250 ഉറുപ്പ്യാന്ന്. നോക്കി,
ഇത്തിനി മഹങ്കി, ഇത്രയും വിലയോ? മെഹങ്കി എന്ന് പറഞ്ഞാൽ വിലപിടിപ്പുള്ളത് അല്ലെങ്കിൽ വിലയുള്ളത്. അപ്പൊ ഇത്ര വിലയോ, ഇത്രയും കൂടുതലാണോ എന്ന് ചോദിച്ചു. അപ്പം ജ്യാദാ പീസ് ലേഗി. അപ്പൊ നമ്മുടെ ആ പെൺകുട്ടി പറയണെന്ത്? ജ്യാദാ പീസ്. പീസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വാക്കാണ്, പീസുകൾ, അതായത് ഷാളുകളെയാണ് ഉദ്ദേശിച്ചത്. ജ്യാദ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൂടുതൽ അല്ലേ. ജ്യാദാ പീസ് ലേഗി, കുറെ ഷാളുകൾ എടുത്തോളൂ. ലേ എന്ന് പറഞ്ഞാൽ എടുക്കല്ലേ, കുറെ ഷാളുകൾ എടുത്തോളൂ. ദെൻ തോ കം കർദൂഗി, അപ്പൊ ഞാൻ കുറച്ച് തരാം. കം എന്ന് പറഞ്ഞാൽ കുറച്ച്, കം കർണ എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക അല്ലെ. അപ്പൊ ഞാൻ കുറച്ച് തരാം, കുറെ ഷാൾ എടുത്താൽ, കുറെ പീസ് എടുത്താൽ കുറച്ച് തരാം. അങ്ങനെ ഒരു ട്രിക്ക് ഉണ്ട് അല്ലെ. ഒന്നെടുത്താൽ 100 ആണെങ്കിൽ 2 എടുത്തു കഴിഞ്ഞാൽ, 3 എടുത്തു കഴിഞ്ഞാൽ അത് 50-നും 60-നും ഒക്കെ നമുക്ക് തരാം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ട്രിക്കാണ് ഇവിടെ ഈ ഒരു നമ്മുടെ പെൺകുട്ടി പണിക്കുന്നത്. എന്റെ ഭാര്യ ഒരു തമാശ രീതിയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താ? മുझे ദുകാൻ ഗോൽനി ഹേ ക്യാ? എനിക്ക് എന്താ കട തുടങ്ങാനാണോ? കുറെ എണ്ണം മേടിച്ചിട്ട് എന്താ, എനിക്കിപ്പോ ഒന്നാണ് ആവശ്യം, കുറെ മേടിക്കാൻ എനിക്ക് എന്തിനാ കട തുടങ്ങാനാണോ എന്നൊരു തമാശ മട്ടിൽ പറയാണ് അല്ലെ. ദുക്കാൻ എന്ന് പറഞ്ഞാൽ കട എന്നാണ് അർത്ഥം, ഗോൽന എന്ന് പറഞ്ഞാൽ തുറക്കുക എന്നാണ് അർത്ഥം. അപ്പൊ ചോദിച്ചെന്തേ, കുറെ വാങ്ങാൻ എനിക്ക് എന്താ കട തുടങ്ങാനാണോ എന്ന് ചുമ്മാ തമാശ മട്ടിൽ ചോദിച്ചു. അപ്പൊ നമ്മുടെ യുവതി എന്താ പറഞ്ഞു നോക്ക്, ലേലോന. അത് കണ്ടില്ല, ലേലോന, എടുക്കുന്നില്ലേ അല്ലേ. അതായത് ഒന്ന് സോപ്പ് ഇടണം അല്ലെ, എങ്ങനെങ്കിലൊക്കെ അത് വാങ്ങിപ്പിക്കണല്ലോ. അപ്പം മുപ്പത്തിക്ക് വേണം, നമ്മുടെ ഇയാളുടെ ഭാര്യക്ക് വേണം എന്നുള്ള ഒരു സൂചന ആർക്ക് കിട്ടി? വേണം എന്നുള്ളൊരു ആഗ്രഹമുള്ളതാണല്ലോ വിലക്കെ ചോദിച്ചത്. അല്ലെങ്കിൽ വേണ്ട പറഞ്ഞിട്ട് വേഗം പറഞ്ഞേക്കൂലേ. എങ്ങനെങ്കിലും ഈ പെണ്ണുപിള്ളേരെ കൊണ്ട് വാങ്ങിപ്പിക്കണ്ടേ. അപ്പൊ അതിന് ലേലോന, എടുത്തോളൂ എന്ന് പറഞ്ഞു അല്ലെ. ദെൻ ബഹനോ ഓർ ബാബിയോ കേലിയെ, അടുത്ത നമ്പർ ഇറക്കി. എന്താ? ബഹനവും, അതായത് സഹോദരിമാരുണ്ടാവുമല്ലോ, അതായത് മുപ്പത്തിക്ക് ഇനി ചേച്ചിമാരും അനിയത്തിമാരൊക്കെ ഉണ്ടാവൂലേ. അപ്പൊ നിങ്ങളുടെ സഹോദരിമാർക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ബാബിയോം കേലിയെ. ബാബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏടത്തിയമ്മമാരുണ്ടല്ലോ, സിസ്റ്ററിനല്ലോ അല്ലെ. അപ്പൊ നിങ്ങളുടെ നാത്തൂന്മാർക്ക് അല്ലെങ്കിൽ ഏടത്തിയമ്മമാർക്ക് വേണ്ടിയിട്ടും, അതേപോലെ തന്നെ ബഹനവും, അതായത് നിങ്ങളുടെ സഹോദരിമാർക്ക് വേണ്ടിയിട്ടൊക്കെ എടുത്തോളൂ. അവരെങ്കിലും സോപ്പിടല്ലോ അല്ലെ, നല്ല സാധനമല്ലേ. നമ്മൾക്ക് എവിടെയെങ്കിലൊക്കെ യാത്ര പോകുമ്പോൾ നമ്മൾ നമ്മുടെ ബന്ധുക്കൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിച്ചെടുക്കൂല അവരെ സോപ്പിടാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ കേലിയ എന്ന് പറഞ്ഞാൽ വേണ്ടി നട്ടോ. അപ്പൊ നിങ്ങളുടെ ചേച്ചിമാർക്കും അതുപോലെ തന്നെ ചേച്ചിയമ്മമാർക്കൊക്കെ വേണ്ടിയിട്ട് മേടിച്ചോളൂ എന്ന് പറയാണ്. അപ്പൊ എന്തിനാ കൂടുതൽ പീസ് കട തുടങ്ങാനാണോ എന്ന് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു മറുപടി കൊടുത്തത് കേട്ടോ. ദെൻ മേനെ പത്നിക്കോ ഇഷാര കിയ. അപ്പൊ നമ്മുടെ യുവതിയുടെ ഈ ഒരു അപ്രോച്ച് കേട്ടപ്പോൾ ആരത് പേടിച്ചു? നമ്മുടെ ഭർത്താവ് പേടിച്ചു. കാരണം കുറെ പീസ് മേടിച്ചു കഴിഞ്ഞാൽ ആരുടെ പോക്കറ്റ് കീറും? നമ്മുടെ ഈ ഭർത്താവിന്റെ പോക്കറ്റ് കീറൂലേ. അപ്പൊ മച്ചാൻ എന്ത് ചെയ്തെന്ന് വിചാരിച്ചാല്, മേനെ എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലെ, ഞാൻ എന്ത് ചെയ്തു? പത്നിക്കോ, എന്റെ ഭാര്യ ഇനിയിപ്പോ കുറെ വാങ്ങിച്ചു കൊടുത്തത് പേടിച്ചിട്ട് ഇയാൾ എന്ത് ചെയ്തു? ഇഷാരാക്കിയ. ഇഷാരാക്കിയ ആംഗ്യം കാണിച്ചു. വേണ്ടട്ടോ എന്ന് പറഞ്ഞിട്ട് ആംഗ്യം കാണിച്ചു കേട്ടോ. അതായത് നേരെ പറയാൻ പറ്റില്ല, പറഞ്ഞു പകരം പറഞ്ഞ ആംഗ്യം കാണിച്ചു അല്ലെ. ഇഷാരക്കാരന എന്ന് പറഞ്ഞാൽ ആംഗ്യം കാണിക്കുക, ഇഷാരക്കാരന ആംഗ്യം കാണിച്ചു കേട്ടോ. അപ്പോൾ അപ്പൊ ഭാര്യ പേടിച്ചു പോയോ? നമുക്ക് നോക്കാം. ഭർത്താവ് ആംഗ്യം കാണിച്ചപ്പോൾ ഭാര്യ പേടിച്ചു പോന്നേ. എന്താ? ഉസ്നെ, അവൾ, അതായത് ആ ഭാര്യ എന്താ ചെയ്തത്? ആംഖേം തരേർക്കർ. ആംഖ് എന്ന് പറഞ്ഞാൽ കണ്ണല്ലേ, ആംഖേം തരേർക്കർ. ആംഖ് എന്ന് പറഞ്ഞാൽ 2 കണ്ണുകളിലെ, കണ്ണുകൾ എന്ത് ചെയ്തു? തരേർക്കർ. തരേർക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉരുട്ടിക്കൊണ്ട്, കണ്ണുകൾ അങ്ങോട്ട് വിടർത്തി. ഓക്കെ, തരേർന എന്ന് പറഞ്ഞാൽ വിടർത്തുക എന്നാണ്. കർ എന്ന് പറഞ്ഞാൽ കൊണ്ട് നടത്തും. വർബിന്റെ കൂടെ കർ വന്നാൽ കൊണ്ട് നടത്തും. അപ്പൊ തരേർക്കർ എന്ന് പറഞ്ഞാൽ കണ്ണുകൾ ഉരുട്ടിക്കൊണ്ട് എന്ത് ചെയ്തു? മുझे ചുപ്പ് രഹ്നെ കാ സങ്കേത് കിയ. എന്നെ, മുझे എന്ന് പറഞ്ഞാൽ എന്നെ എന്ത് ചെയ്തു എന്നാ പറഞ്ഞത്? ചുപ്പ് രഹ്നെ കാ, മിണ്ടാതിരിക്കാൻ. കണ്ണുരുട്ടിട്ട് മുണ്ടാവുന്ന മനുഷ്യാന്നല്ലേ. കണ്ണുരുട്ടിക്കൊണ്ട് എന്ത് ചെയ്തു എന്നാ പറഞ്ഞത്? സങ്കേത് കിയ, എനിക്ക് സൂചന നൽകി. ഇവരിട്ടോ നിങ്ങൾ മിണ്ടാ നടന്നോളി എന്ന് പറഞ്ഞിട്ട് സൂചന നൽകി. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ശരിക്കും ഭർത്താവ് ഭാര്യയാണ് അല്ലെ. അപ്പം തന്നെ ഭർത്താവ് പേടിച്ചു പോയി. അങ്ങനെ ഭർത്താവിനെ മിണ്ടാതാക്കിയതിനു ശേഷം, കണ്ണുരുട്ടി പേടിപ്പിച്ചതിന് ശേഷം നമ്മുടെ മുപ്പത്തി, അതായത് നമ്മുടെ പത്നി എന്താ പറയണ നോക്ക്. അച്ഛാ 5 പീസ് ലൂത്തോ കിത്തിനേക്കോ ദേഗി. അതായത് ഞാൻ എത്ര എടുക്കുകയാണെങ്കിൽ 5 പീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ കിത്തിനേക്കോ ദേഗി, എത്ര രൂപക്ക് തരും എന്നാണ് ചോദിച്ചത്. അപ്പൊ നമ്മുടെ യുവതി പറയണത് 200 റുപ്പയെ പെർ പീസ് ലേ ലേനാ ദീദി. അങ്ങനെയാണെങ്കിൽ ചേച്ചി നിങ്ങൾ 5 പീസൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു പീസിന് എത്ര വെച്ച് തന്നാൽ മതി? 200 വെച്ച് തന്നാൽ മതി എന്ന്. അപ്പൊ ചേച്ചിക്ക് മനസ്സിലായി ഇത് പൈസ ഇനിയും കുറയുന്നത്. അപ്പൊ ചേച്ചി എന്താ പറഞ്ഞേ? അതൊന്നും നടക്കൂല, അതൊന്നും പറ്റൂല. 100 റുപ്പയെ പെർ പീസ്. ചേച്ചി ആരാ മോള് അല്ലെ. ചേച്ചി പറഞ്ഞു ഒരു പീസിന് 100 ആണെങ്കിൽ ഞാൻ 5 എടുത്തോളാം എന്ന് പറഞ്ഞു. ഓക്കെ, പീസിന് 100 വെച്ച് തരണം എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പം 100 വളരെ കുറവായിരിക്കും അല്ലെ. അപ്പൊ നമ്മുടെ ആ ഒരു പെൺകുട്ടി എന്താ പറഞ്ഞേ? ദീദി, ചേച്ചി എന്നാ പറഞ്ഞത്? സൗത്തോ ബഹുത്ത് കം ഹേ. ഈ 100 എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് ചേച്ചി, വളരെ കുറവാണ്. അതുകൊണ്ട് എന്താ കഹത്തെ ഹുയെ, ഇത് പറഞ്ഞപ്പോൾ കഹനാർന്ന പറയല്ലേ, ഇത് പറഞ്ഞപ്പോ 100 എന്നൊക്കെ പറഞ്ഞപ്പോ വളരെ കുറവാണല്ലോ. അപ്പൊ അതുകൊണ്ട് ആ പെൺകുട്ടി എന്തായി പറഞ്ഞപ്പോ ഉസ്ക ഗല, അവളുടെ തൊണ്ട, അതായത് അവളുടെ ശബ്ദം, ഗല എന്ന് പറഞ്ഞാൽ തൊണ്ട അല്ലെങ്കിൽ ശബ്ദം എന്ന് പറയും. അവളുടെ തൊണ്ട എന്തായി പോയി? രൂന്ത് ഗയ എന്ന് പറഞ്ഞ ഇടറിപ്പോയി, അല്ലെങ്കിൽ അവിടെ തടസ്സപ്പെട്ടു. രൂന്ത് ഗയ എന്ന് പറഞ്ഞാൽ തടസ്സപ്പെട്ടു അല്ലെങ്കിൽ ഇടറി എന്നർത്ഥം. തൊണ്ട നിന്ന് പോയി എന്നല്ലേ. അപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ വരുമ്പോൾ നമുക്ക് വാക്കുകൾ കിട്ടൂലല്ലോ. അപ്പോൾ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് പറയണത് ചേച്ചി 100 എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറവാണ് എന്ന് പറഞ്ഞിട്ട് അവൾക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അവളാകെ ടെൻഷനായി ആ പെൺകുട്ടി. ദെൻ ഓർ ഉസ്കി കജരാരി ആങ്കേം, അവളുടെ കറുത്ത
മനോഹരമായ കണ്ണുകൾ ഉണ്ടല്ലോ, ആ കണ്ണുകൾ എന്ത് ചെയ്തു? ബർഗയെ നിറഞ്ഞു എന്നാ പറഞ്ഞത്. കണ്ണുകൾ നിറയാന്ന് പറഞ്ഞാൽ കണ്ണില് ആസു ആയില്ലേ, കണ്ണുനീര് വന്നു എന്നാ പറഞ്ഞത്. ആസു എന്ന് പറഞ്ഞാൽ കണ്ണുനീര്, ഇവിടെ ബർഗ എന്ന് പറഞ്ഞത് ബർ എന്ന് പറഞ്ഞാൽ നിറയ കേട്ടോ. അപ്പൊ അവളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു, അവൾക്ക് ആകെ സങ്കടമായി. ഓക്കെ, ചേച്ചി 100 വളരെ കുറവാണ് ചേച്ചി എന്ന് പറഞ്ഞു അല്ലേ, പാവാണ്. ഈ കുട്ടി കരയാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ചേച്ചിക്ക് സങ്കടമായി. ഓക്കെ, ആരായാലും മനുഷ്യന്മാരല്ലേ, ചേച്ചിക്കും സങ്കടമായി. അപ്പൊ ചേച്ചി എന്താ പറഞ്ഞത്? ചൽ ഓക്കെ നടക്കട്ടെ, നടക്കട്ടെ. ഇന്ന തേരി ന മേരി, നിന്റേതുമല്ല എന്റേതുമല്ല. ഞാൻ പറഞ്ഞ നഹീന അർത്ഥത്തിലാണ്. നിന്റേതുമല്ല എന്റേതുമല്ല എന്ന് പറഞ്ഞാല് നീ പറഞ്ഞ വിലയല്ല, ഞാൻ പറഞ്ഞ വിലയല്ല. അപ്പൊ അതിനിടയ്ക്ക് അവള് പറഞ്ഞത് 200 നമ്മുടെ ചേച്ചി പറഞ്ഞത് 100 ആണല്ലോ. അപ്പൊ അത് രണ്ടും വേണ്ട, എന്ത് ചെയ്യാ? തേർഡ് സോ പെർ പീസ് 180 ആയിക്കോട്ടെ. തേർഡ് സോ എന്ന് പറഞ്ഞാൽ 180 കേട്ടോ. അപ്പൊ 150 റുപ്യക്ക് തന്നേക്ക്. ഓക്കെ, 200 വേണ്ട 100 വേണ്ട, നീ 150 റുപ്യക്ക് തന്നേക്ക്. ദെൻ അച്ചി ദീദി, ആയിക്കോട്ടെ ശരി. അപ്പൊ നമ്മുടെ പെൺകുട്ടിക്ക് സമാധാനമായി. ടീക്ക് ശരി, ലോ എടുത്തോളൂ. രംഗ് പസന്ത് കർലോ, എന്താ പറഞ്ഞത്? ഇഷ്ടപ്പെട്ട നിറം തിരഞ്ഞെടുത്തോളൂ എന്ന് പറയണം അല്ലെ. പസന്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടം അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറങ്ങൾ നോക്കിയിട്ട് സെലക്ട് ചെയ്തോളൂ. അപ്പൊ പെൺകുട്ടിക്ക് ഭയങ്കര സന്തോഷമായില്ലേ. അപ്പൊ 150 തര ചേച്ചി, എന്നാ ചേച്ചിക്ക് ഇഷ്ടമുള്ള 5 സെലക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ദെൻ കുച്ച് സോച്ചത്തെ ഹുയെ, കുറച്ച് സമയം ചിന്തിച്ചതിന് ശേഷം, അതായത് ഒന്ന് ആലോചിച്ചു 150 കൊടുക്കാൻ പറ്റുമെന്നൊക്കെ ഒന്ന് ആലോചിച്ച് ലാഭമൊക്കെ കൂട്ടിയതിന് ശേഷമാണ് എന്ത് ചെയ്തത് ഈ പെൺകുട്ടി ഉസ്നെ കഹ, അവള് പറഞ്ഞത്. അവളിങ്ങനെ പറഞ്ഞത് കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, ഓക്കെ ചേച്ചി 150 തരാം, നിങ്ങൾ ഇഷ്ടമുള്ള നിറം എടുത്തോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? ഗെറ്റർ, ആ ഒരു ബണ്ടിൽ, ആ ഒരു ബണ്ടം എന്ത് ചെയ്തു? അവര് നമ്മുടെ തുണികളുടെ ആ ഒരു കെട്ട് പത്നിക്ക് സാമനെ, ഇയാളുടെ ഭാര്യയുടെ മുന്നിലേക്ക്, സാമനെ എന്ന് പറഞ്ഞാൽ മുന്നിലേക്ക് സർക്കാദിയ, സർക്കാദേന എന്നൊക്കെ പറഞ്ഞാൽ നീക്കി വെക്കാൻ നടത്തും. അപ്പൊ അങ്ങോട്ട് നീക്കി വെച്ചിട്ട് ചേച്ചിക്ക് വേണ്ടൊക്കെ സെലക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ദെൻ പത്നിനെ 5 ഷാളും അലഗ് കറലി, അപ്പൊ തന്നെ ചേച്ചി എന്ത് ചെയ്തു? ഇവളുടെ ഭാര്യ ഒരു 5 ഷാളുകൾ മാറ്റി വെച്ചു. അവൾക്ക് ഇഷ്ടപ്പെട്ട നിറത്തോട് കൂടിയ 5 ഷാളുകൾ മാറ്റി വെച്ചു. ഓർ മേരി ഓർ ദേക്ക്, എന്നിട്ട് എന്റെ നേരെ നോക്കി, അതായത് ഭർത്താവിന്റെ നേരെ നോക്കി. എന്തിനായിരിക്കും? പൈസ കൊടുക്കാനില്ലേ. എന്താ? രൂപയെ ദേനേക്ക ഇഷാരാക്കിയ, എന്റെ നേരെ നോക്കിയിട്ട് റുപ്പയെ എന്ന് പറഞ്ഞാൽ പൈസ, രൂപ അല്ലെ, രൂപ കൊടുക്കാൻ, ദേനാറിനാ കൊടുക്കുക കേട്ടോ. ദേനേക്ക ഇഷാരാക്കിയ, ആംഗ്യം കാണിച്ചു അല്ലെ, കൊടുത്തുടി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നേരത്തെ ഭീഷണിപ്പെടുത്തി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞതാണ്. ഇപ്പൊ എന്താ പറഞ്ഞത്? പൈസ കൊടുക്കണ മൂപ്പരന്നെ വേണം അല്ലെ. അന്ന് വേഗം പൈസ കൊടുത്തോടി. 5 എണ്ണത്തിന് എത്ര രൂപയാവും? 1 150, 5 എണ്ണത്തിന് 250 റുപ്യല്ലേ. മേനെ ജഡ് 750 റുപ്യയെ നിക്കാൽ കർ ദേ ദിയേ, ഞാൻ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ വാരി. ഇനിയിപ്പോ അത് നേരം വൈകിട്ടുണ്ടോ കണ്ണൂർക്കുണ്ടെങ്കിൽ തിരിച്ചിങ്ങോട്ട് അടിയാവും കിട്ടും അല്ലെ. അപ്പൊ പെട്ടെന്ന് തന്നെ ഇയാൾ എന്ത് ചെയ്തു? എതിർപ്പൊന്നും പറയാതെ 750 റുപ്യ നിക്കാൽ കർ, നിക്കാൽ പറഞ്ഞാൽ എടുക്കുക എന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് പുറത്തെടുത്തുകൊണ്ട്, ഇടക്കാരൻ തന്നെ കൊണ്ട് കേട്ടോ, എടുത്തുകൊണ്ട് ആർക്ക് കൊടുത്തു? ആ യുവതിക്ക് കൊടുത്തു. ഓക്കെ, അപ്പൊ എല്ലാവരും ഹാപ്പി അല്ലേ. 750 റുപ്യം കിട്ടി, ചട്ടനും പോയി പൊട്ടനും പോയി. ഓക്കെ, ഇനി എന്താ സംഭവിക്കണേ? അങ്ങനെ ഇയാളുടെ പോക്കറ്റിൽ നിന്ന് 750 റുപ്യ പോയി. ഇയാൾക്ക് സങ്കടമായിട്ടുണ്ടാവും, പക്ഷേ ഭാര്യയ്ക്ക് സന്തോഷമായി. 5 ഷാൾ കിട്ടിയല്ലോ, ഇനി ഓരോ ദിവസം മാറ്റി ഇടല്ലോ അല്ലെ, അല്ലെങ്കിൽ ചേച്ചിമാർക്ക് കൊടുക്കല്ലോ. ദെൻ ഉസ്കെ ജാനേക്കെ ബാദ്, അവർ പോയതിനു ശേഷം, ആ യുവതി പോയി, കച്ചവടക്കം നടത്തിയതിനു ശേഷം ആ യുവതി പോയി. അതിനുശേഷം ബാദ് എന്ന് പറഞ്ഞ ശേഷം അല്ലേ, രാസ്തേബർ, ആ യാത്ര മുഴുവൻ, രാസ്ത പറഞ്ഞാൽ വഴി എന്നർത്ഥം, വഴി മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യാത്ര മുഴുവൻ, രാസ്ത പറഞ്ഞാൽ വഴി എന്നുള്ള അർത്ഥത്തില്ല, യാത്ര എന്നുള്ള അർത്ഥത്തിലാണ്. ആ യാത്രയിലുടനീളം പത്നിക്ക് സൂയി എന്ന് പറഞ്ഞാൽ സൂചി എന്നൊക്കെ അർത്ഥം. ഇവിടെ ഉദ്ദേശിച്ചത് ചിന്ത എന്നാണ്. സൂയി എന്ന് പറഞ്ഞാൽ ചിന്ത എന്നൊരു അർത്ഥം കൂടിയുണ്ട്. അപ്പൊ പത്നിക്ക് സൂയി, പത്നിയുടെ ചിന്ത, അതായത് ഭാര്യയുടെ ചിന്ത എന്തായിരുന്നു? ഇസി ബാത്ത് പർ അടുക്കി രഹി, ഈ ഒരു കാര്യത്തിൽ, ഇസി ബാത്ത്, ഈ ഒരു കാര്യത്തിൽ അടുക്കി രഹി, അടുക്കിന എന്നൊക്കെ പറഞ്ഞാൽ തങ്ങി നിൽക്കുക, കുടുങ്ങി നിൽക്കുക എന്നൊക്കെ അർത്ഥം. അപ്പൊ ഭാര്യയുടെ ചിന്തകൾ ഈ ഒരു കാര്യത്തിൽ മാത്രം ഇങ്ങനെ തങ്ങി നിന്ന്. അപ്പൊ ഭാര്യ എന്തോ ഒരു കാര്യം ഇങ്ങനെ ചിന്തിച്ചിട്ടാണ് പിന്നെ യാത്ര മുഴുവൻ. അതെന്താ സംഭവം? वो एक बार में हो तो 150 में मान गए, ഒരൊറ്റ തവണ, ഏക്ക് ബാർ അവൻ ഒറ്റ തവണ പറഞ്ഞപ്പോൾ തന്നെ അവൾ, ആ യുവതിയെ കുറിച്ച് ഓർത്തുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ ചേച്ചി ഓർക്കണത്. അവൾ ഞാൻ ഒറ്റ തവണ പറഞ്ഞപ്പോൾ തന്നെ 150 में मान गई, ആ 150 രൂപ അംഗീകരിച്ചല്ലോ. മാൻ ഗൈ എന്ന് പറഞ്ഞാൽ സമ്മതിക്കുക, അല്ലെങ്കിൽ എന്താ അംഗീകരിക്കുക അല്ലെ. അപ്പൊ ഞാൻ 150 എന്ന് പറഞ്ഞ അപ്പം തന്നെ അവള് സമ്മതിച്ചു അല്ലെ. അങ്ങനെയെങ്കിൽ ഗൽത്തിക്ക്, അത് വലിയ തെറ്റായി പോയി. അപ്പൊ അവൾക്ക് പറഞ്ഞു, വേണ്ടി ജനില്ലേ 150 കുറച്ചും കൂടി താത്തി, ഒന്നും കൂടി മസിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ 100 തന്നെ കൊണ്ട് പോതിയില്ലേ. അതാണ് അവൾ ചിന്തിക്കുന്നത്. അപ്പൊ ഗൽത്തി, അത് തെറ്റായി പോയി. ഗൽത്തി എന്ന് പറഞ്ഞാൽ തെറ്റ് കേട്ടോ. എന്താ? തോടാ തോൽ മോൽ ഓർ കർണ ചാഹിയത്ത, കുറച്ചുകൂടി തോടാ, കുറച്ചുകൂടി തോൽമോൽ, തോൽമോൽ എന്ന് പറഞ്ഞാൽ വിലപേശൽ, കുറച്ചുകൂടി വില പേശി നോക്കണം, എന്നൊന്നും ബാർഗെയിൻ ചെയ്ത് നോക്കണമായിരുന്നു. ഓർ കർണ ചാഹിയെ, ചാഹിയ എന്ന് പറഞ്ഞാൽ വേണം അല്ലെ, കുറച്ചുകൂടി വിലപേശൽ നടത്തി നോക്കേണ്ടതായിരുന്നു. നഷ്ടമായി പോയി അല്ലെ. അങ്ങനെയാണെങ്കിൽ ഒരു 250 റുപ്യം കൂടി ലാഭം കിട്ടിനി, 500 റുപ്യക്ക് കൊണ്ട് പോകുന്നിനി. അതാണ് ആരുടെ ചിന്ത? ഭാര്യയുടെ ചിന്ത കേട്ടോ. എന്നാൽ ഇതേ സമയത്ത് നമ്മുടെ ഭർത്താവ് എന്താ ചിന്തിക്കണത് നോക്ക്. ഓർ മേരി സൂയി, എന്റെ ചിന്ത, മേരി സൂയി എന്നാണ് ഇയാളുടെ അല്ലെ. എന്റെ ചിന്ത എന്താണ്? അതീത് മേൻ ജാ അടുക്കിയെത്തി, അതീത് എന്ന് പറഞ്ഞാൽ ഭൂതകാലം, പാസ്റ്റ് ടെൻസ് എന്നാണ്. തന്റെ ഭൂതകാലത്തിലേക്ക് അടുക്കിയെത്തി, ആ കുടുങ്ങിപ്പോയാലും തങ്ങിപ്പോയി എന്നാ പറഞ്ഞത്. എന്താ ഇയാൾ ആലോചിക്കുന്നത്? ഫ്ലാഷ് ബാക്കിൽ ബേട്ടിക്കോ ഗോതുമേം ബിട്ട, അതായത് മകളെ മടിയിലേക്ക് ഇരുത്തി. ഗോത് എന്ന് പറഞ്ഞാൽ മടിട്ടോ, മകളെ മടിയിലേക്ക് ഇരുത്തിയതിനു ശേഷം റെയിൽഗാഡിക്ക് ഗിഡ്കി സേ ചാങ്ക്താ മേം സോച്ച് രഹാത്ത, അയാള് ആ ട്രെയിനിന്റെ ജനലിലൂടെ ഇങ്ങനെ ചാങ്ക്ത എന്ന് പറഞ്ഞാൽ എത്തി നോക്കുക, പീപ്പയ്യ. ഓക്കെ,
ജനലിലൂടെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ എത്തി നോക്കിയതിന് ശേഷം അയാൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ പാസ്റ്റ് ലൈഫ്, അയാളുടെ ഭൂതകാലം അയാൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇയാൾക്ക് ഇത്രമാത്രം ചിന്തിക്കാനുള്ള? ആ ഒരു പെൺകുട്ടി വന്നു പോയാൽ മാത്രം ഇയാൾക്ക് ഭൂതകാലത്തിൽ ഇത്രയും ചിന്തിക്കാനുള്ളത്? നമുക്ക് നോക്കാം. എന്താ? മേരാ പിത, എന്റെ അച്ഛൻ. ഇയാൾ പറയണത്, ഇയാൾ പറയില്ല, ഇയാൾ ചിന്തിക്കുകയാണ്. എന്റെ അച്ഛൻ മേരാ പിത ബി എന്ന് പറഞ്ഞ എന്റെ അച്ഛനും എന്താണ്? റെയിൽ ഗാഡി മേം സാമാൻ ബേജ് ജബ് തക്കെ ഹാരെ ഗർ ആത്തെ. എന്റെ അച്ഛനും ഇതേപോലെ. അപ്പൊ ഇയാളുടെ അച്ഛന്, നമ്മുടെ ഈ ഒരു ഭർത്താവിന്റെ അച്ഛനും എന്തായിരുന്നു? പണ്ട് ട്രെയിനിൽ ഇങ്ങനെ സാധനങ്ങൾ വിൽക്കുന്ന പണിയായിരുന്നു. അപ്പൊ മൂപ്പര് ഓർക്കാണ്, ഇതുപോലെ റെയിൽ ഗാഡി മേം, ട്രെയിനിൽ സാമാൻ എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ ബേച്ച് എന്ന് വിൽക്കുക. വിറ്റിട്ട് തിരിച്ചു വരുമ്പോൾ ജബ് തക്കെ ഹാരെ എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ച് അവശനായിട്ട്, തക്കെ ഹാർ എന്ന് പറഞ്ഞാൽ പരാജയപ്പെടാന്നാണ്, തക്കെ എന്ന് പറഞ്ഞാൽ ക്ഷീണിക്കുക, ക്ഷീണിച്ച് പരാജയപ്പെടാന്ന് ക്ഷീണിച്ച് അവശനാവും അല്ലെ. അപ്പൊ തക്കെ ഹാർ എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ച് അവശനാവുന്നതാണ് അത്. അപ്പൊ ട്രെയിനിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ കച്ചവടം നടത്തി ക്ഷീണിച്ച് അവശനായിട്ട് എന്റെ അച്ഛൻ ഗർ ആത്തെ, വീട്ടിൽ വരുന്ന സമയത്ത്, ഇയാൾ കുട്ടിയായിരുന്ന സമയത്തുള്ള കാര്യങ്ങൾ ഓർക്കുകയാണ്. അച്ഛൻ ഇങ്ങനെ വൈകുന്നേരം ഇങ്ങനെ വീട്ടിൽ വരുന്ന ആ സമയത്ത് അപ്പോൾ ഉൻകി ആങ്കോമേം, അദ്ദേഹത്തിന്റെ കണ്ണുകളിലും വഹി നമിയത്തി, ഇതേ നനവുണ്ടായിരുന്നു. നമി എന്ന് പറഞ്ഞാൽ നനവ്. ഓക്കെ, അപ്പോ അച്ഛന്റെ കണ്ണുകളും നനഞ്ഞിരിക്കുന്നതായിട്ടില്ല, നിറഞ്ഞിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എപ്പോ? ട്രെയിനിൽ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് വൈകുന്നേരം ഇങ്ങനെ വരുമ്പോൾ. കാരണം വൈകുന്നേരം വരെ പണിയെടുത്താലും വളരെ കുറച്ച് സാധനങ്ങളൊക്കെ വിറ്റ് പോലില്ലേ, കുറെ വേർത്ത് ക്ഷീണിച്ച് അവശനായിട്ടുണ്ടാവും. ദെൻ ജോ ആജ് ഉസ് യുവതിക്കോ ആങ്കോമേൻ തീ, അതേ കണ്ണുനീര്, അതേ നനവ് തന്നെയാണ് ഞാൻ ഇന്ന് ആരുടെ കണ്ണുകളിലും കണ്ടത്? ഈ ഒരു യുവതിയിലും കണ്ടത്. അതായത് ഞാൻ ഇപ്പൊ ഈ യുവതിയിൽ കണ്ട അതേ കണ്ണുനീര് ഞാൻ പണ്ട് എൻ്റെ അച്ഛന്റെ കണ്ണുകളിലും കണ്ടിരുന്നു. അദ്ദേഹം ട്രെയിനിൽ നിന്ന് വന്ന സമയത്ത്, ട്രെയിനിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് അയാൾ വീട്ടിൽ ക്ഷീണിച്ച് വീട്ടിലെത്തുന്ന സമയത്ത് അയാളുടെ കണ്ണുകളിൽ കണ്ട അതേ കണ്ണീര് തന്നെയാണ് ഇപ്പൊ യുവതിയുടെ കണ്ണുകളിലും ഞാൻ കാണുന്നതെന്ന് അയാൾ പറയാണ്. അപ്പൊ മക്കളെ, ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരേ കാഴ്ച ഓരോരുത്തരും പല രീതിയിലാണ് മനസ്സിലാക്കുന്നത് അല്ലെ. ചിലർ പോസിറ്റീവായി കാണുന്നു, ചിലർ നെഗറ്റീവായിട്ട് കാണുന്നു, ചില മനുഷ്യന്മാരെ സങ്കടത്തോടെ നോക്കി കാണുന്നു, ചില മനുഷ്യന്മാരെ പുച്ഛത്തോടെ നോക്കി കാണുന്നു. അപ്പൊ നമ്മുടെ കഥാകാരിയായിട്ടുള്ള അഞ്ജു ഖബന്ത നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മളെപ്പോഴും മറ്റുള്ളവരോട് ഒരു നിഷ്കളങ്കതയോട് കൂടി അല്ലെങ്കിൽ അവരുടെ സഹാനുഭൂതിയോട് കൂടിയിട്ട് പെരുമാറണം എന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് തരുന്നത്. മറ്റുള്ളവരുടെ പ്രവർത്തികൾക്കും ജോലികൾക്കും ഒക്കെ അവരുടെ സമയത്തിനൊക്കെ നമ്മൾ വില കൊടുക്കണം എന്നുള്ള ഒരു സൂചനയാണ് ഈ ഒരു കഥ നമുക്ക് തരുന്നത്. അപ്പൊ മക്കളെ, കഥ മക്കൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇതിലെ നോട്ട്സുകളൊക്കെ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും